ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ IT വിന്നർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററായ പേജ് ഡിസൈനിങ് ഇൻ എ വേർഡ് പ്രൊസസ്സർ എന്ന പാഠത്തിലെ വീഡിയോകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു സെമിനാറോ യാത്രാക്കുറിപ്പുകളോ പ്രബന്ധങ്ങളോ ഒക്കെ നമുക്ക് തയ്യാറാക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഡോക്യുമെൻറ്റുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ വേർഡ് പ്രൊസസ്സറിൽ അല്ലെങ്കിൽ ലിബ്രോഫിസ് റൈറ്ററിൽ പേജ് സെറ്റിങ്ങും ലേഔട്ടും നടത്തി ആകർഷകമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതിനായിട്ട് നമ്മൾ ലിബ്രോഫിസ് റൈറ്ററിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. അപ്പം അതിനു വേണ്ടി ആദ്യം നമ്മൾ ലിബ്രോഫിസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. അതിനു വേണ്ടി ശ്രദ്ധിക്കാം, ഷോ ആപ്ലിക്കേഷൻസ്, ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് സോഫ്റ്റ്വെയറിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ലിബ്രോഫിസ് റൈറ്റർ എന്ന് പറഞ്ഞാലും വേർഡ് പ്രൊസസ്സർ എന്ന് പറഞ്ഞാലും ഒരേ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റത്തെ അക്ഷരം അടിച്ചാൽ തന്നെ വരേണ്ടതാണ്. അഥവാ നിങ്ങൾക്ക് അങ്ങനെ വന്നില്ലെങ്കിൽ ഫസ്റ്റത്തെ 2ാമത്തെ അക്ഷരം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഐക്കൺ കാണിച്ചു തരും. ഇതാണ് ലിബ്രോഫിസ് റൈറ്ററിൻ്റെ ഐക്കൺ. ഓരോ സോഫ്റ്റ്വെയർ പഠിക്കുമ്പോഴും അതിൻ്റെ ഐക്കൺ ഓർത്ത് വെക്കുക കേട്ടോ മക്കളെ. ഐക്കൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ഫയൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഫയൽ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഫയൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹോമിൽ പോവുക. സ്കൂൾ റിസോഴ്സസ് എഴുതി വെക്കണേ. ഫയൽ ഓപ്പൺ ഒന്നുകൂടെ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫയൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ സ്കൂൾ റിസോഴ്സസ് ഡബിൾ ക്ലിക്ക്, ക്ലാസ് 8 ഡബിൾ ക്ലിക്ക്, അല്ലെങ്കിൽ ഓപ്പൺ കൊടുത്താലും മതി കേട്ടോ. നമുക്കിവിടെ ഓപ്പൺ ചെയ്യേണ്ട ഫയല് agenda.ott എന്ന ഫയലാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഒന്നുകിൽ ഓപ്പൺ കൊടുക്കുക അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓപ്പൺ കൊടുത്തു. ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വന്നു അല്ലേ. എല്ലോറ ഗുഹകൾ, അജന്ത ഗുഹകൾ, അങ്ങനെയുള്ള കുറച്ച് ഫയൽ ഇവിടെ കാണാൻ പറ്റിയൊരു ഡോക്യുമെൻറ്റ്. ഇതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് കൊടുക്കാൻ പറഞ്ഞാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിതിൽ എല്ലാ പാരഗ്രാഫും കൂടെ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒരുമിച്ച് മാറ്റങ്ങൾ കൊടുക്കാതെ ഞാൻ ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ് മാത്രം കൊടുത്തിട്ട് അതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിലൂടെ എല്ലാ മാറ്റങ്ങളും വരുത്തി കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനു വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ ആദ്യം ഇവിടെ നമുക്ക് അവിടെ ഈ ഇതിലിപ്പം നമുക്ക് ചെറുതായിട്ട് 2 പാരഗ്രാഫ് പോലെ തോന്നുകയാണ്. ഇതുവരെ ഞാനൊരു പാരഗ്രാഫായിട്ട് കൂട്ടുകയാണ്, ഇത് അടുത്ത പാരഗ്രാഫായിട്ട്. അപ്പോൾ ഇതിനെ മൊത്തം ഒരു പാരഗ്രാഫാണ്. ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. പാരഗ്രാഫുകളുടെ അകലം വർദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു ഇതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. പാരഗ്രാഫ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാ പാരഗ്രാഫും യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റത്തെ പാരഗ്രാഫ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കണേ, ഇതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. പാരഗ്രാഫുകളെ നമുക്ക് ക്രമീകരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് കാണാം, റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ് എന്ന വിൻഡോ കാണാം അല്ലേ. ഞാൻ ആ പ്രോപ്പർട്ടീസിലൊന്ന് ക്ലിക്ക് ചെയ്തു. ശ്രദ്ധിക്കണേ ഇതാ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ വേണ്ടത്? പാരഗ്രാഫുകൾ, അതായത് ഇങ്ങോട്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. പാരഗ്രാഫുകൾ ക്രമീകരിക്കണം. അതിന് വേണ്ടി സ്പേസിംഗ് ഒക്കെ നൽകണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു വിൻഡോ കാണിച്ചു തന്നു. അതിൽ സ്പേസിംഗ് എഴുതിയ ഭാഗത്ത് ശ്രദ്ധിക്കാം, ഇവിടെ കാണാം ഇൻക്രീസ് പാരഗ്രാഫ് സ്പേസിംഗ്. ഇതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കണം, ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പാരഗ്രാഫിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ഞങ്ങൾ സ്പേസിംഗ് എന്ന ഭാഗത്ത് ഇൻക്രീസ് പാരഗ്രാഫ് സ്പേസിംഗ് അല്ലേ, അതിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചൊരകലം വന്ന് ഈ പാരഗ്രാഫിന് ഇടയിലൊക്കെ കുറച്ച് അകലം സ്പേസ് വന്നു അല്ലേ.
വരികളുടെ അകലല്ല, പാരഗ്രാഫുകളുടെ അകലം. ഇനി നമുക്ക് അപ്പോൾ അതിന് തൊട്ട് താഴെ 10 എന്ന് കാണാം നമുക്ക്, കണ്ടോ? ഇനി ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുക, ഇതാ ഇവിടെ ഒന്ന് മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്ത് നോക്കുക, നമ്മൾ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ പേര് കണ്ട് ബിഫോർ ടെക്സ്റ്റ് ഇൻഡെൻറ്റ്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കണേ. നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ ആ മാറ്റം എന്താണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളിലേക്ക് നോക്കണം. ബിഫോർ ടെക്സ്റ്റ് ഇൻഡെൻറ്റ്, മാർജിൽ നിന്നുള്ള അകലമാണ് ഇവിടെ. ഈ പാരഗ്രാഫ് ഞാൻ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഈ മാർജിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള അകലമാണ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്. ഇവിടെ നമുക്ക് ബിഫോർ ടെക്സ്റ്റ് ഇൻഡെൻറ്റ് എന്ന ഭാഗത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളോട് പറഞ്ഞ 40 ആക്കാനാണ്. ഇപ്പോൾ ഇവിടെ 0 ആണ് നിൽക്കുന്നത്. ഞാൻ അതിനെ 40 ആക്കാൻ പോകട്ടെ. ഈ പ്ലസിന് കുറയ്ക്കാനാണെങ്കിൽ മൈനസ് ചിഹ്നം ഉപയോഗിക്കാം, കൂട്ടാനാണെങ്കിൽ പ്ലസ് ചിഹ്നം ഉപയോഗിക്കാം. ഞാനിവിടെ 10 കൊടുത്തു, കണ്ടോ? അപ്പോൾ ഒരു അനക്ക ഇങ്ങോട്ട് വന്നു. ഈ പാരഗ്രാഫ് ഒന്ന് 20 അടിച്ചു നോക്കുക, അല്ലേ? 20 ആക്കി നോക്കുക. അതാ ഒന്നുകൂടെ ഈ മാർജിൽ നിന്ന് ഒന്നുകൂടെ ഇങ്ങോട്ട് വന്നു. ഇനി ഒന്നുകൂടെ അടിച്ചു നോക്കുക, 30 ആക്കി നോക്കുക. അതാ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മാർജിൽ നിന്ന് ഈ വരികൾ പാരഗ്രാഫ് ഇങ്ങനെ ഇങ്ങോട്ട് മാറുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഞാനിവിടെ 40 അടിച്ചു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 40 ആണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ടായി മാറിയതാ. ഈ പാരഗ്രാഫിൻ്റെ മാർജിൽ നിന്ന് ഇങ്ങോട്ട് മാറി. ഇനി നമുക്ക് എന്താ വേണ്ടത്? മാർജിൽ നിന്നുള്ള അകലമാണ്. ഈ മാർജിൽ നിന്നുള്ള അകലമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റത്തെ ലൈന് ഒരല്പം മുകളിലേക്ക് ഫസ്റ്റത്തെ ലൈൻ ഒരല്പം ഇങ്ങനെ നീങ്ങി വരണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതാ ഈ താഴെ ഇവിടെ നിന്ന് മൗസ് പോയിൻ്റർ എത്തിച്ചു നോക്കുക. ഈ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ഫസ്റ്റ് ലൈൻ ഇൻഡെൻറ്റ്. അപ്പം ഞാനിതിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളോട് ഫസ്റ്റ് ലൈൻ ഇൻഡെൻറ്റ് 30 സെൻറ്റിമീറ്റർ ആക്കാനാണ് പറഞ്ഞത്. 30 സെൻറ്റിമീറ്ററിൻ്റെ അകലമാണ്. അപ്പോൾ അജന്ത എല്ലോറ ഇവിടേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ മാറ്റം വരുന്നുണ്ടോ നോക്കാം. ഞാനിവിടെ 10 ആക്കി കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ലൈന് മാത്രം നീങ്ങേണ്ടതൊന്ന് ശ്രദ്ധിക്കാം, കണ്ടോ? പിന്നെ ഞാനത് 20 ആക്കി കൊടുത്ത്, കേട്ടോ. പിന്നെ നമുക്ക് ടെക്സ്റ്റിൽ എത്രയാണ് പറഞ്ഞേ? 30 ആക്കി. അപ്പോൾ ഫസ്റ്റത്തെ ലൈന് മാത്രം ഒരനക്കം ഇങ്ങോട്ട് വന്നു. ആ കാര്യം മനസ്സിലായ മക്കളെ? പാരഗ്രാഫുകളുടെ സ്പേസിങ്, മാർജിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള അകലം, പിന്നെ ഫസ്റ്റത്തെ ലൈൻ ഒരല്പം മുന്നോട്ട്, അല്ലേ? നിങ്ങൾ 30 സെൻറ്റിമീറ്റർ അങ്ങോട്ടായി മാറി നിൽക്കാൻ. ഇനി നമുക്കിവിടെ അത്രയും മാറ്റം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കെന്താ വേണ്ടത്? ഇവിടെ വരികളുടെ അകലം വർദ്ധിപ്പിക്കണം, അല്ലേ? ആ വരികളുടെ അകലം, ഈ ഓരോ വരികളുടെ അകലം 1.15 ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെ പോകണം? ഇതിൻ്റെ തൊട്ട് താഴെ മൗസ് പോയിൻ്റർ എത്തിച്ചാൽ കാണാം സെറ്റ് ലൈൻ സ്പേസിങ് കാണുന്നുണ്ടല്ലോ. അതാ ഇവിടെ ഈ മോർ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്താൽ സെറ്റ് ലൈൻ സ്പേസിങ് നോട്ട് കുറിച്ചിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ മുകളിലേക്ക് വന്ന് വരികളുടെ അകലം എത്രയാണോ, എക്സാമിന് എനിക്ക് സ്പേസിങ് 2 ആണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ആക്കുക. ഇപ്പം നമുക്ക് വേണ്ടത് 1.15 ആണ്. ഞാൻ ആ 1.15 ആക്കുമ്പം നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 1.15 ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ എന്ത് മാറ്റമുണ്ട്, എന്ത് മാറ്റമാണ് വരുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. ഞാൻ 1.15 ക്ലിക്ക് ചെയ്തു, നോക്കണേ. ഈ വരികളുടെ അകലം വർദ്ധിച്ചു. അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അല്ലേ? വരികളുടെ അകലം വർദ്ധിച്ചു. ഇനി നമുക്ക് വേണ്ടത് ശ്രദ്ധിക്കാം, ഇതിൽ ബുള്ളറ്റ് കൊടുക്കണം. ബുള്ളറ്റുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് ആ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു തരാം, നോക്കണേ, ശ്രദ്ധിക്കാം. നമുക്കിവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ പോയാൽ കാണാൻ പറ്റുക, കണ്ടോ? ആ പേര് വായിച്ചേക്കണം. ടോഗിൾ അൺഓർഡർഡ് ലിസ്റ്റ്, Shift+F12 പ്രസ് ചെയ്താൽ മതി. അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എന്താ ഉണ്ടാവുമെന്ന് നോക്കട്ടോ, കണ്ടോ? ഇങ്ങനെയുള്ള ഓരോ മാതൃക, അതിൽ ഏത് മാതൃകയാണോ ബുള്ളറ്റായിട്ട് നിങ്ങളോട് ചേർക്കാൻ പറഞ്ഞത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡലിലാണ് വേണ്ടത് ഇതെടുക്കുക. ഏതെങ്കിലും ഒരു മാതൃക കാണിച്ചെന്നുണ്ടെച്ചാൽ അതുപോലെ എടുക്കാം. നമ്മളിവിടെ കൊടുക്കാൻ പോകണം ഈ മോഡലാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഇതാക്കാം, എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ആക്കുക. ഞാൻ ഈ ബുള്ളറ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു, കണ്ടോ? അപ്പോൾ ഇവിടെ ആ മാറ്റം വന്നു, കണ്ടില്ലേ? നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ആ മാറ്റം വന്നു കഴിഞ്ഞു. ആ മോഡലിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞു.
ഇനി ശ്രദ്ധിക്കാം, അത്ര നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു അല്ലേ? അപ്പം ഇനി അടുത്തത് നമുക്ക് ഇതിനൊരു ബോർഡർ ബാക്ക്ഗ്രൗണ്ട് നൽകണം. ഈ പാരഗ്രാഫിന് ബോർഡറും ബാക്ക്ഗ്രൗണ്ട് നൽകണം അല്ലേ? അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊരു ഹെഡിങ് അഥവാ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഹെഡിങ് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയലല്ല. ഹെഡിങ് ടൈപ്പ് ചെയ്യണമെങ്കിൽ എവിടെയാണോ ഹെഡിങ് വേണ്ടത്, ഇവിടെ ഹെഡിങ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമല്ലേ നമുക്ക് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നോക്കുക, ശ്രദ്ധിക്കുക. അതാ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ആ രീതി ഒന്ന് കാണിച്ചു തരാണ്, ശ്രദ്ധിക്കട്ടോ. ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം, എന്നിട്ട് മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഹെഡിങ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ മലയാളമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒന്നിനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. മലയാളം ടൈപ്പ് ചെയ്യുന്ന രീതിയൊക്കെ ഞാനിത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം എല്ലോറ ഗുഹകൾ എന്നാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ തമിഴുള്ള എല്ലോറ ഗുഹകളിനെ സെലക്ട് ചെയ്തു. എഡിറ്റിൽ കോപ്പി ചെയ്ത് കൊണ്ടുവയ്ക്കട്ടെ. നമുക്ക് കോപ്പി ക്ലിക്ക് ചെയ്തു, എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഹെഡിങ് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹെഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ ബോൾഡ് ആക്കുക. ബോൾഡ് എന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടുക. ഈ ബിയിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അത് കട്ടി കൂടി. ഇറ്റാലിക് ആക്കുക. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ ചെരിക്കുക, ചെറുതായിട്ടൊന്ന് ചെരിച്ചുകൊണ്ട് വരിക. ചെരിച്ചു കൊടുത്തു അല്ലേ? അണ്ടർലൈൻ ചെയ്യുക. ഇവിടെ ഈ യൂലൊന്ന് ക്ലിക്ക് ചെയ്തപ്പം അണ്ടർലൈൻ. ഇവിടെ മെനു ബാറിലും കാണാൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെ. പ്രോപ്പർട്ടീസ് പോയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ 2 രീതികളുണ്ട്. ഈ രീതികൾ നോക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് സൈസ് കൂട്ടാൻ ഇവിടെ മെനു ടൂൾ ബാറിലുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സൈസ് കൂട്ടാം. നമുക്കിതിനെ ഹെഡിങ് ആയതുകൊണ്ട് കുറച്ചൊരു വലുപ്പം കൂട്ടാം, 24 ആക്കി കൊടുക്കും ഞാൻ അല്ലേ? ഇനി നമുക്കതിനെ സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്യണം. ആ സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്യാൻ 2 മാർഗ്ഗങ്ങളുടെ ടൂൾ ബാറിലും കാണാം നമുക്ക് അല്ലേ? പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണാം അലൈൻ സെൻറ്റർ ആക്കി. ഇനി റൈറ്റിലേക്കാണ് പറയുന്നതെങ്കിലോ അലൈൻ റൈറ്റ്. ഇനി ലെഫ്റ്റിലേക്കാണ് പറയുന്നതെങ്കിലോ അലൈൻ ലെഫ്റ്റ്. നമുക്കിപ്പോൾ വേണ്ടത് സെൻറ്ററാണ്. അപ്പോൾ ഞാനതിനെ സെൻറ്ററാക്കി കൊടുത്തു. ഇനി അതിനെ ഇവിടെ നിന്ന് മാറ്റാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. 2 മാർഗ്ഗങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കളർ കൊടുക്കണം. കളർ കൊടുക്കാൻ ഇവിടെ ഉണ്ട്, ഏറ്റവും മുകളിൽ തന്നെ ഉണ്ട്. ഇവിടെ പ്രോപ്പർട്ടീസിലുണ്ട്. ഈ ഫോണ്ട് കളറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളൊരു കളർ കൊടുക്കാം, റെഡ് കളർ കൊടുത്തു. ഇത്രയും മതി അല്ലേ? ഇനി നമുക്കിതിനെ മൊത്തം ഞാൻ ഹെഡിങ്ങിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബാക്ക്ഗ്രൗണ്ടും കൊടുക്കുകയാണ്, ബോർഡറും നൽകുകയാണ്. അപ്പോൾ ഈ ബോർഡർ കൊടുക്കുമ്പോൾ ഹെഡിങ്ങിന് മാത്രം, നമ്മൾ ഹെഡിങ് ഇപ്പോഴാണ് ടൈപ്പ് ചെയ്തതുകൊണ്ട് അതിന് മാത്രം ഒരു ബോർഡർ, 2നും കൂടെ ഒരുമിച്ച് തന്നെയാണ് വരിക. അപ്പോൾ ആ രീതി ഒന്ന് നോക്കാം. ബോർഡർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, ബോർഡേഴ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നൽകാൻ നമുക്ക് ഏതിനാണോ കൊടുക്കേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക നോക്കണേ, സെലക്ട് ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഹെഡിങ്ങിന് നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുത്താൽ ഒപ്പരം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കണം. അപ്പം അതിലൊന്ന് ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കട്ടെ, നമ്മൾ ഈ ഹെഡിങ്ങിൻ്റെ സൈസ് ഒന്ന് കുറച്ച് നോക്കുക കേട്ടോ. ഹെഡിങ് 24 ഉള്ളത് ഞാൻ അതിനെ ഒരു 18 ആക്കി കൊടുത്തു കേട്ടോ. 18 മതി തൽക്കാലം. സെലക്ട് ചെയ്തു. ഈ പാരഗ്രാഫ് ഹെഡിങ്ങിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ സെലക്ട് എടുത്ത്. ഇനി ബോർഡർ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഫോർമാറ്റിൽ പാരഗ്രാഫ് എന്ന ഓപ്ഷനിലാണ് പോകേണ്ടത് കേട്ടോ. എവിടെയാണ്? ഫോർമാറ്റിൽ പാരഗ്രാഫ് ക്ലിക്ക് ചെയ്തു അല്ലേ? ഇനി അതിനൊരു ബോർഡർ വരാൻ വേണ്ടിയിട്ട് ഇതിൽ ബോർഡേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്തപ്പം ലൈൻ അറേഞ്ച്മെൻറ്റിൻ്റെ അടുത്ത് കുറച്ച് 4-5 ചതുരങ്ങൾ നിങ്ങളിങ്ങനെ കാണാം അല്ലേ? അപ്പോൾ അതിൽ നോക്കുക, ബോർഡർ വരാം. ഫസ്റ്റത്തേൽ ക്ലിക്ക് ചെയ്താൽ ബോർഡർ ഒരിക്കലും കിട്ടില്ല, കാരണം നോ ബോർഡേഴ്സ് എന്നാണ് കാണിക്കുന്നത്. രണ്ടാമത്തേത് ക്ലിക്ക് ചെയ്താൽ ഓൾ 4 ബോർഡേഴ്സ്. അങ്ങനെ ഓരോന്നിൽ വെക്കുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ലെഫ്റ്റ് റൈറ്റ് മാത്രം വരാൻ അല്ലേ? ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ എവിടെയാണോ നമുക്ക് വരേണ്ടത്, ഏത് മോഡലാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ആ പാരഗ്രാഫിന് മൊത്തം വരണം, ഓൾ 4 ബോർഡേഴ്സിലാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇനി ഈ ബോർഡറിൻ്റെ
സ്റ്റൈല്, കളർ, വിഡ്ത്തൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം. ഈ ബോർഡറിന് നമ്മൾ മാറ്റങ്ങൾ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടി തൊട്ട് താഴെ അതിൻ്റെ സ്റ്റൈല് കാണാം. ഈ മോർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിന്ന് ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾ തിരഞ്ഞെടുത്തോളാം. എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മോഡൽ തന്നെ എടുക്കുക. ഇപ്പോൾ ചെറിയൊരു മോഡൽ മതിയെങ്കിൽ അങ്ങനെ എടുക്കുക. ഇതിന്നൊരു കളറും നമ്മൾ മാറ്റി കൊടുക്കുക. ഞാനൊരു പച്ച കളർ കൊടുത്ത് കേട്ടോ. പിന്നെ വിടുത്ത് അതിൻ്റെ വീതി കുറച്ച് നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ ഏതെങ്കിലും പറയുന്നുണ്ടെന്ന് വെച്ചാൽ അതുപോലെ ആക്കുക. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് 2.25 2.25 ഞാൻ കൊടുത്തത്. ഇത്രയും മാറ്റം ബോർഡറിന് കൊടുക്കാവുന്ന എല്ലാ മാറ്റങ്ങളും ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞു. മനസ്സിലായല്ലോ? ബോർഡേഴ്സിൽ ഫോർമാറ്റിൽ പാരഗ്രാഫ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു ജാലകമാണ് വന്നത്. ഇതിൽ ബോർഡേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇതിന്നൊരു മാതൃക നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ മൗസ് പോയിൻ്റർ എത്തിച്ചാൽ ഓരോന്ന് എങ്ങനെയുള്ള മോഡലിലാണ് വേണ്ടത് എനിക്ക് പേരിനെ കാണിച്ചിരുന്നു. നമുക്ക് ഓൾ 4 ബോർഡേഴ്സ് 4 ഭാഗവും വരണം അല്ലേ? അപ്പോൾ ഈ ബോർഡറിന് നമ്മളൊരു സ്റ്റൈല് കൊടുത്തു. ഇവിടെ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കളറ് കൊടുത്തു, വിടുത്തും കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബാക്കടിക്കരുത്. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏരിയ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. എന്താണ് ഏരിയ? ഇവിടെ പല മോഡലിലെ കളറുണ്ട്. ഗ്രാഡിയൻ്റ് കൊടുത്താൽ ഇങ്ങനെ മനോഹരമായിട്ട് പല രീതിയിൽ വരും. ഇമേജ് കൊടുത്താൽ ഇങ്ങനെ വരും, പാറ്റേൺ കൊടുത്താൽ ഇങ്ങനെ വരും, ഹാച്ച് കൊടുത്താൽ ഇങ്ങനെ വരും, കളർ കൊടുത്താൽ ഇങ്ങനെ വരും. നമുക്കിവിടെ സാധാ കളർ മതി. ഭംഗിയാക്കണമെങ്കിൽ ഇതിലൂടെയൊക്കെ നമുക്ക് പോകാം. ഇപ്പം നമുക്ക് വേണ്ടത് കളർ. ഈ കളറിന് ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് ഇപ്പം ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഈ കളർ കൊടുത്തു. ആവശ്യമുള്ള കളർ ക്ലിക്ക് ചെയ്തു. ഇപ്പം നമ്മൾ എന്തൊക്കെ കൊടുത്തു? ബോർഡേഴ്സിൽ മാറ്റങ്ങൾ കൊടുത്ത് ഏരിയയിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തു. ഒരു ലൈറ്റ് മഞ്ഞ കളർ കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഇതാ. അപ്പോൾ നമുക്കിതിന് ബോർഡറും വന്നു കഴിഞ്ഞു അല്ലേ? ബോർഡർ വന്ന് ബോർഡറിനൊരു കളറ് വീതിയൊക്കെ വന്നു കഴിഞ്ഞു. പിന്നെന്താ വന്നത്? ബാക്ക്ഗ്രൗണ്ട് കളറും വന്നു കഴിഞ്ഞു. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ അല്ലേ? സെറ്റായോ? ഇനി നമുക്കിതിൽ ടേബിൾ എങ്ങനെയാണ് കൊണ്ടുവരാം? ഒരു ടേബിൾ കൊണ്ടുവരുന്ന രീതി ഞാൻ ഇതിൽ തന്നെ വെച്ച് പറഞ്ഞുതരാം. ഇതിൻ്റെ ലാസ്റ്റിലേക്കൊന്ന് പോവാം കേട്ടോ. ഇവിടെ നമുക്കൊരു ടേബിൾ വരണം. ആ ടേബിൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാവുന്ന മാർഗം ഒന്ന് നോക്കുക. നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയൊക്കെ മക്കളെ ക്ലിയറാക്കി എഴുതി വെച്ചോളാം. ടേബിൾ വരാം. എവിടെയാണോ ടേബിൾ വേണ്ടത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൗസ് പോയിൻ്റർ എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് താഴോട്ട് വരണം അല്ലേ? ഇത്ര ഇവിടെ എങ്ങനെയായിട്ട് ഒന്നുകൂടെ താഴോട്ട് വേണേൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മൾ പോവേണ്ട രീതി ഒന്ന് നോക്കുക. ടേബിൾ എടുക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്ന് കേട്ടോ. ശ്രദ്ധിക്കണേ. ടേബിൾ എന്ന മെനുവിൽ പോവുക. ഇൻസേർട്ട് ടേബിൾ എവിടെയാണ് പോവുക? ടേബിളിൽ ഇൻസേർട്ട് ടേബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ള കോളംസും റോയും ആക്കി കൊടുക്കുക. കോളംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വരുന്നതൊക്കെ കോളംസാണ്. ഇങ്ങനെ വരുന്നതൊക്കെ റോകളാണ്. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം ഇപ്പോൾ ഞാൻ എക്സാമിന് എനിക്ക് എത്രയാണോ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റുക. ക്ലാസ് ടൈം ടേബിളോ ഒരു മോഡൽ തന്നിട്ട് അതുപോലെ ചെയ്യാനൊക്കെയാണ് പറയുക. അപ്പോൾ നിങ്ങൾ കോളംസ് റോകൾ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. ഇപ്പം നമുക്കിവിടെ ഒരു 3 എണ്ണം കൊടുക്കുന്നുണ്ട്. ഞാൻ 3 കൊടുത്തു. റോ അതുപോലെ റോയും കോളും ഞാൻ 3 തന്നെ കൊടുത്തു. നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ട് ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കുക ഇവിടെ നമ്മളെ കോളംസ് വന്നു കഴിഞ്ഞു. റോയും കോളും വന്നു. അപ്പോൾ നമുക്കിവിടെ കാണുന്ന ഈ വരകൾ ഇതിനെ ഒരു സെല്ലാക്കി മാറ്റണം. മെർജ് ചെയ്യണം. മെർജിങ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ സെല്ലുകളെ ഒറ്റ സെല്ലാക്കുന്ന സംവിധാനത്തിനാണ് മെർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഹെഡിങ് ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടി ഈ ഇടയിലുള്ള വരകളൊക്കെ ഒഴിവാക്കണം, മെർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നമ്മൾ സെലക്ട് കൊടുക്കുക മക്കളെ. സെലക്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കുക. ടേബിൾ എന്ന മെനുവിൽ മെർജ് സെൽസ് പോകാം. ഒന്നാമത്തെ രീതി. പിന്നെ നമുക്ക് വേറൊരു മാർഗം കൂടെ ഇവിടെ ഉപയോഗിക്കാം. റൈറ്റ് ബട്ടൺ മെർജ് സെൽസ്. ഓർമ്മിച്ചോളൂ കേട്ടോ. നമുക്ക് മെർജ് ചെയ്യേണ്ട ഭാഗത്തിന് സെലക്ട് കൊടുത്തിട്ട് ഒന്നാമത്തെ രീതി ടേബിളിൽ മെർജ് സെൽസിൽ പോയാൽ അത് മെർജാവും. രണ്ടാമത്തെ രീതി ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ മെർജ് സെൽസ്. അപ്പം മെർജായി അല്ലേ? ഇവിടെ എനിക്ക് ഒരു ഹെഡിങ് കൊടുക്കണം. ഞാൻ ഇതിൽ നിന്ന് തന്നെ ഒരു കട്ട് ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും ഇതിലൂടെ നിങ്ങൾ പഠിക്കണം. ടേബിൾ കൊണ്ടുവരാൻ പഠിക്കണം. ടേബിളിൽ എത്ര റോ വേണം, എത്ര കോളം വേണം മാറ്റിയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പഠിക്കണം. മെർജ് ചെയ്യാൻ പഠിക്കണം. മെർജ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇതിലൂടെ നിങ്ങൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന രീതി പഠിച്ചേക്കുക കേട്ടോ. നമുക്കിവിടെ ഹെഡിങ് ഞാൻ കൊടുക്കാൻ പോകണം. ഇവിടുന്ന് ഈ അജന്ത ഗുഹകൾ എന്ന ഹെഡിങ്ങിനെയാണ് ഇപ്പോൾ ഞാൻ ഇവിടേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അജന്ത ഗുഹകൾ സെലക്ട് ചെയ്തു. എന്നിട്ട്
എഡിറ്റ് എന്ന മെനുവിൽ പോയിട്ട് കട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് പോയിട്ടോ ഇനി ഇവിടെ കൊണ്ടുവയ്ക്കുക. നമ്മൾ നിങ്ങൾക്ക് എവിടെ ഉള്ളതിനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത രീതി തന്നെയാണ് വരിക കേട്ടോ. ഇവിടെ വെച്ച് എവിടെയാണ് വേണ്ടത് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഡിറ്റ് എന്ന മെനുവിൽ പോയിട്ട് പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അജന്താ ഗുഹകൾ അവിടെ വന്നു. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ അജന്താ ഗുഹകളെ നമ്മൾ ബോൾഡ് ആക്കണം, ഇറ്റാലിക് ആക്കണമെങ്കിൽ ആക്കാം അല്ലേ. അണ്ടർലൈൻ വേണമെന്നില്ല, എങ്ങനെ ചെയ്യാച്ചത് നോക്കി വെക്കുക. സൈസ് ഒന്ന് കൂട്ടുക. ഇവിടെ 13 ഞാനൊരു 18 കൊടുത്തു അല്ലേ. അല്ലെങ്കിൽ 18 വേണമെന്നില്ല, എത്രയാണോ നിങ്ങളോട് പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഞാനൊരു 16 എന്നാക്കി കൊടുത്തു. സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്തു. അതിനൊരു കളറും കൊടുത്തു. ഇങ്ങനെ കളർ കൊടുക്കുന്ന രീതിയൊക്കെ നോക്കിയേക്കണം കേട്ടോ. ഒരു കളറും കൊടുത്തു. ഇനി നമുക്ക് ഇവിടേക്ക് വേറൊരു ഹെഡിങ്ങിനെ കൊണ്ടുവരണം. വിമാനമാർഗ്ഗമാണ് ഇപ്പം ഞാൻ അവിടെ കൊണ്ടുവരുന്നത്. നോക്കണേ, വിമാനമാർഗ്ഗം അല്ലേ. ആ വിമാനമാർഗ്ഗത്തിനെ ഞാൻ സെലക്ട് ചെയ്തു. എഡിറ്റിൽ നോക്കണേ, എഡിറ്റ് എന്ന മെനുവിൽ പോവാം. എഡിറ്റിൽ കട്ട് കൊടുക്കുക. എവിടെയാണോ വേണ്ട അവിടെ ക്ലിക്ക് ചെയ്യാം. എഡിറ്റിൽ പേസ്റ്റ്. ഇങ്ങനെ ഓരോന്നിനും മാറ്റം കൊടുക്കാതെ ഓരോ ഹെഡിങ്ങും കൊണ്ടുവച്ചിട്ട് കേട്ടോ ഒരുമിച്ച് കൊടുക്കാം. നമുക്ക് അടുത്തത് എന്താ കൊടുക്കാൻ ഉദ്ദേശിച്ചത്, വിമാനമാർഗ്ഗം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്താണ് അടുത്തത്, ട്രെയിൻ മാർഗ്ഗം കൊടുക്കുക. ട്രെയിൻ മാർഗ്ഗം കേട്ടോ, എന്താണോ എക്സാമിന് പറഞ്ഞാൽ അതുപോലെ നോക്കി ചെയ്യണേ. എഡിറ്റിൽ കട്ട്, ഇവിടെ വെച്ച് എഡിറ്റിൽ പേസ്റ്റ്. ഇനി അടുത്ത് നമുക്ക് പ്രവേശന ഫീസ് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിന് ഇവിടെ പ്രവേശന ഫീസ്. അതിനെന്ത് ചെയ്യാം, എഡിറ്റിൽ കട്ട് കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് എഡിറ്റിൽ പേസ്റ്റ്. അപ്പോൾ കട്ട് ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അതിന് മാറ്റം വരുത്താൻ എന്താ ചെയ്യുക, മൊത്തം സെലക്ട് ചെയ്യുക. അതിനെന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് ബോൾഡാക്കി കൊടുക്കാം, സെൻറ്ററാക്കി കൊടുക്കാം. ഇനി അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കളർ കൊടുക്കാം അല്ലേ, മറ്റൊരു കളർ കൊടുക്കാം. സൈസ് ഇനിയിപ്പോൾ വലിപ്പം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂട്ടി കൊടുക്കാം. ഇവിടെ 13 നിൽക്കണം, ഞാൻ ഇപ്പോൾ ഒരു 14 ആക്കണ്ടേ കേട്ടോ. എത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഇനി വിമാനമാർഗ്ഗം ഇവിടെ നോക്കുക. ഇവിടെ നമുക്കൊരു മാറ്റം വരും, ശ്രദ്ധിക്കണം കേട്ടോ. വിമാനമാർഗ്ഗം നമുക്ക് ഇങ്ങനെയാണ് കൊടുത്തവിടെ. ഇപ്പോൾ ഇത് മുഴുവൻ അങ്ങോട്ട് എത്തിക്കണം നേരത്തെ, അത് മുഴുവൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡിറ്റിൽ പോയിട്ട് കട്ട് കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഡിറ്റിൽ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം എഡിറ്റിൽ പേസ്റ്റ്. കണ്ടോ, ഇപ്പോൾ 2-3 വരിയിലായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് നോക്കാം. ഇതിനൊന്ന് ഞാൻ ഒരുമിച്ച് മാറ്റം കൊടുത്താൽ മതി, ഒന്ന് കൊടുത്ത് കാണിക്കണം. 13 നിൽക്കണം. അപ്പോൾ ഞാൻ അതിനൊരു 10 ആക്കി കൊടുത്തേ. അപ്പോൾ എന്ത് മാറ്റം ഉണ്ടായി കണ്ടോ. ഇപ്പോൾ 2 വരിയിലേക്ക് 2 വരിയിലൂടെ നിന്നോട്ടെ. ഇനി ഒറ്റ വരിയിലാക്കണമെങ്കിൽ നമുക്കത് 9ലേക്ക് 9, 8 ആക്കിയാൽ നമുക്കത് ഒറ്റ വരി തന്നെ ആയിട്ട് മാറും. അല്ല 2 വരിയിലുള്ള മാതൃകയാണ് നിങ്ങൾക്ക് പരീക്ഷയെ കാണിച്ചെന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് 10ലേക്ക് തന്നെ നിന്നോട്ടെ. ഏതായാലും 2 വരിയിലായിട്ട് നിൽക്കണം. എങ്ങനെ 3 വരിയിലേക്കാണ് കാണിക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ സൈസ് കൂട്ടുന്നതനുസരിച്ച് റെഡി ആയിക്കോളൂ. ഇനി നമുക്ക് അടുത്തത് ട്രെയിൻ മാർഗ്ഗം അല്ലേ. ട്രെയിൻ മാർഗ്ഗം എവിടെ നിന്നാണ്, ഇതാണ് കൊടുത്തത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾ കട്ട് ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും പഠിക്കണം കേട്ടോ മക്കളെ. എഡിറ്റിൽ കട്ട് കൊടുത്ത് അതിൻ്റെ ചോടയായിട്ട് നമ്മൾ എഡിറ്റിൽ പേസ്റ്റ് കൊടുത്ത് അല്ലേ. അത് 3 ലൈനിൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ അതിൻ്റെ സൈസ് എത്ര കൊടുക്കുക, ഒരു 10 ആക്കി കൊടുക്കുക. സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുമിച്ച് കൊടുത്താൽ മതി, അപ്പോൾ ഒരുപോലെ വരും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഓരോന്ന് കൊടുത്തതാണ്. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുക കേട്ടോ. പ്രവേശന ഫീസ് അല്ലേ. അപ്പോൾ ഒരാൾക്ക് ഇതെന്താ കൊടുത്തത്, പ്രവേശന ഫീസ് ഒരാൾക്ക് 35 രൂപ അല്ലേ. എഡിറ്റിൽ കട്ട് കൊടുത്ത് ഇവിടെ വെച്ചിട്ട് എഡിറ്റിൽ പേസ്റ്റ് കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് കുറച്ച് കൊടുക്കാം. സെലക്ട് ചെയ്യണം. ഒരുമിച്ച് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്ത് കൊടുത്താലും മതിട്ടോ. അപ്പോൾ ഒരേ രീതിയിലുള്ള കിട്ടും. ഓരോന്നായിട്ട് കൊടുക്കണ്ട. എല്ലാം കൊണ്ടുവച്ചതിന് ശേഷം ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്കിത് മാറ്റം കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിളിന് നമ്മൾ നേരത്തെ പാരഗ്രാഫിന് കൊടുത്ത പോലെ അതിമനോഹര അല്ലേ. അപ്പോൾ ഇതിനെ ഈ അക്ഷരങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മറ്റൊരു കളർ നമുക്ക് നൽകാം. ഈ അക്ഷരങ്ങൾക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കളർ തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഒരു കളർ കൊടുത്തു നോക്കാം അല്ലേ. പച്ച തന്നെ കൊടുത്തു നോക്കട്ടെ ഞാൻ കേട്ടോ. ഒരു കളർ കൊടുത്തു. ഇനി ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, ഭംഗിയാക്കണം അല്ലേ. ഒരു ബോർഡറും ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കുക. ഫോർമാറ്റിൽ പാരഗ്രാഫ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്ത അതേ രീതിയിൽ
4 ഭാഗം ബോർഡർ വരണം. അതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി കൊടുക്കുക. ഏത് മോഡലിലാണോ നിങ്ങൾക്ക് വരേണ്ട ആ മോഡലാക്കി കൊടുക്കുക. എക്സാമിന് മോഡൽ കാണിച്ചിട്ട് വെച്ചാൽ തന്നെ കൊടുക്കുക. പിന്നെ അതിൻ്റെ ബോർഡർ ഒന്ന് മാറ്റി കൊടുക്കുക, കളറൊന്ന് മാറ്റി കൊടുക്കുക. പിടുത്തൊന്ന് നമുക്ക് എത്രയാണോ പറയുന്നതാക്കി കൊടുക്കുക. ഇതിൽ നിന്ന് തന്നെ ഒരു ഏരിയ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ ഏരിയ എന്നതിലാണ് നമ്മൾ പോവുക അല്ലേ. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏരിയ എന്നതിൽ പോയിട്ട് ഞാൻ ഈ ഒരു കളർ കൊടുത്തു. ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിന് ബോർഡറും ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായോ. ഇനി ഞാനിതിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ പോയിട്ട് ആദ്യം ഒന്ന് പ്രിൻ്റ് പ്രീവ്യൂ എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുക. ആ രൂപം ഒന്ന് കാണിച്ചു നമുക്ക് എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്ത് വരുമ്പം കിട്ടുക എന്നുള്ളത് അല്ലേ. വീണ്ടും നമ്മൾ ഫയലിൽ പ്രിൻ്റ് പ്രീവ്യൂ തന്നെ കൊടുക്കുക. സാധാ രൂപത്തിലാവും. പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആ രീതി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പ്രിൻ്റ് വേണ്ട, പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് നോക്കി വയ്ക്കുക. ഫയൽ നമ്മൾ പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നമ്മളിവിടെ നമ്മുടെ പ്രിൻ്റർ ഏതാണോ അതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഈ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മളെ പ്രിൻ്റർ ഏതാണോ അത് സെലക്ട് ആക്കി വെക്കണം. ഇവിടെ നമുക്ക് എത്ര പേജാണ് വേണ്ടത് നോക്കുക. ഈ പേജിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എത്ര പേജാണ് വേണ്ടത് വെച്ചാൽ പേജാക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രിൻ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രിൻ്റായിട്ട് വരും. 3 പേജാണ് നമുക്ക് വേണ്ടതെങ്കിൽ 3 പേജാക്കിയതിന് ശേഷം നമ്മൾ പ്രിൻ്ററിൽ പേപ്പർ സെറ്റാക്കി വെച്ചാൽ പ്രിൻ്റ് ക്ലിക്ക് ചെയ്ത് ആ 3 പേജ് നമുക്ക് പ്രിൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ. ഇനി നമുക്കിതിനെ സാധാ സേവ് ചെയ്യണേ. സാധാ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയൽ പോവുക, സേവ് ക്ലിക്ക് ചെയ്യാം. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 8. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ക്ലാസ് 8A ആണെങ്കിൽ 8Aൻ്റെ പേരൊരു ഫോൾഡർ ഉണ്ടാക്കുക. അവിടെ ഫോൾഡർ ഇവിടെ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ഫോൾഡർ അടിക്കുക. 8A എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കണേ, ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചോളാം കേട്ടോ. 8A അടിച്ചു കൊടുത്തു ഞാൻ. എന്നിട്ട് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കുക, ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് സെറ്റിൽ 8A ഇവിടെ നമ്മൾ ആക്ടിവിറ്റി കൊടുക്കാൻ മതി തൽക്കാലം. എക്സാമിന് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ക്വസ്റ്റ്യൻ നമ്പർ അല്ലെങ്കിൽ എക്സാം 8 പ്രൊഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ടുണ്ടാവും, പേരാണ് കൊടുക്കേണ്ടത്. ആക്ടിവിറ്റി 1 എന്ന് കൊടുത്തു ഞാൻ. സേവ് ക്ലിക്ക് ചെയ്തു അല്ലേ. ഇനി നമുക്കിതിനെ PDF ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ ആ മാർഗം കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഫയൽ എക്സ്പോർട്ട് ആസ് PDF. എക്സ്പോർട്ട് ആസ് PDFിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എവിടെ എങ്ങനെയാണ് PDF ആയിട്ട് സേവ് ചെയ്യുക? ഫയൽ എക്സ്പോർട്ട് ആസ് PDFിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ടിലേക്ക് പോവുക. നേരത്തെ പോയാൽ പോലെ തന്നെ ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് സെറ്റിൽ 8A ആക്ടിവിറ്റി 1 കൊടുക്കുക. സേവിൽ ക്ലിക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിലൊരു മലയാളം കീബോർഡിൻ്റെ കാര്യം പറയുന്നുണ്ട്, മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിനുള്ള ഒരു കീബോർഡ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മലയാളം ടൈപ്പ്, ഈ പേജ് ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനിതിലൊരു പുതിയൊരു പേജ് എടുക്കുകയാണ് കേട്ടോ. പുതിയ പേജ് എടുക്കുന്ന രീതിയും കൂടെ പഠിച്ചോളിയാൽ. ഫയൽ ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ഫയൽ ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുത്ത് ഞാനിവിടെ കേട്ടോ. അപ്പം നമുക്കിവിടെ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മാർഗം നോക്കുക. അവിടെ ഏറ്റവും മുകളിൽ എന്നൊരു ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മലയാളത്തിലാക്കി കൊടുക്കണം. മലയാളം അല്ലേ. പിന്നെ നമുക്ക് മലയാളം കീബോർഡ് ഇവിടെ കിട്ടും. ശ്രദ്ധിക്കണേ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഷോ ലേഔട്ട് കീബോർഡ് കാണാൻ പറ്റും. ഷോ ലേഔട്ട് കീബോർഡ് ക്ലിക്ക് ചെയ്താൽ മലയാളം കീബോർഡ് മക്കളെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഏറ്റവും മുകളിലുള്ള മലയാള അക്ഷരങ്ങളൊക്കെ വരും. 2 അക്ഷരങ്ങൾ കാണാം ഓരോ കീയിലും അല്ലേ. ഏറ്റവും മുകളിൽ വരുന്ന മലയാള അക്ഷരങ്ങളെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ കീബോർഡ് പ്രസ് ചെയ്താൽ മതി. താഴെയുള്ളത് സാധാ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്താൽ മതി. മലയാളം കീബോർഡ് എടുത്ത് വെച്ചിട്ട് മലയാളം ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു മാർഗ്ഗം, നമ്മുടെ കീബോർഡ് മാറ്റാനുള്ളൊരു മാർഗ്ഗം നമുക്കുണ്ട്. നമ്മളെ കീബോർഡിൽ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വിൻഡോസിൻ്റെ ഐക്കൺ സ്പേസ് ബാർ അങ്ങനെ ഉപയോഗിച്ചിട്ട് അത് മലയാളം കീബോർഡാക്കാം കേട്ടോ. ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ അവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വിൻഡോസിൻ്റെ ഒരു ഐക്കൺ നമുക്ക് കാണാൻ പറ്റും. സ്പേസ് ബാറും കൂടെ
ക്ലിക്ക് ചെയ്താലും മലയാളം കീബോർഡ് കിട്ടും. അപ്പം നിങ്ങൾക്ക് അക്ഷരം എന്നൊക്കെ ടൈപ്പ് ചെയ്യാനുണ്ട്. അക്ഷരം എന്നൊക്കെ ടൈപ്പ് ചെയ്യാൻ നമുക്ക് അത് നോക്കിയിട്ട് കീബോർഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. കണ്ട, ഞാൻ അക്ഷരത്തിന് Shift+D അടിച്ചപ്പോൾ അക്ഷരത്തിന് അത് വന്നു അല്ലേ. പിന്നെ എക്സ് അങ്ങനെ ഓരോന്നിനും ഓരോ അക്ഷരം വെച്ചാണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ആ കീബോർഡ് എടുത്തുങ്ങാണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ടീച്ചർ കാണിച്ചിരുന്നത്. KD അടിച്ച് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു >= ചിഹ്നത്തിൻ്റെ താഴെയായിട്ട് കീബോർഡിലൊരു 1 അടിച്ചപ്പോൾ ച വന്നു. ഇനി ഡ്രം കിട്ടാൻ JX അടിച്ചപ്പോൾ ഡ്രം. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും നിങ്ങൾക്ക് ഈ കീബോർഡ് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഷോ കീബോർഡ് ലേഔട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. മലയാളങ്ങൾ ഒരുപാടായിട്ട് ടൈപ്പ് ചെയ്യാനൊന്നും വരില്ല, 1-2 വാക്കൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ മലയാളം കീബോർഡ് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്താ പറയുക, കട്ട് പേസ്റ്റ്, അത് ഹോമിൽ ഇന്ന ഫയലുണ്ടാവും, ആ ഫയലെടുത്ത് കട്ട് പേസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും എക്സാമിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് എവിടെ ക്ലോസ് ചെയ്യട്ടോ. മലയാളം കീബോർഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇവിടെ ഞാൻ ക്ലോസ് ചെയ്ത്. നമുക്ക് ഇംഗ്ലീഷിലേക്കൊക്കെ വരണമെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിനാക്കി കൊടുക്കണം കേട്ടോ, മലയാളം ആക്കിയാൽ കിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ പഠിച്ച കാര്യത്തിലേക്ക് ഒന്ന് നോക്കാം അല്ലേ. ലിബ്രോഫീസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ, അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു ഫയൽ കൊണ്ടുവരുന്നത് എങ്ങനെ അല്ലേ. ആ ഫയലിന് എന്താണ് ലേഔട്ടും ഫോർമാറ്റൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കുന്നത് എങ്ങനെ. ഒരു പാരഗ്രാഫിലെടുത്തിട്ട് ആ പാരഗ്രാഫിൻ്റെ സ്പേസിങ് അല്ലേ, എങ്ങനെയാണ് അതിന് സ്പേസിങ് വരുന്നത്, ലൈൻ സ്പേസിങ് എങ്ങനെയാണ് എടുക്കുക, പിന്നെ അതിനെ മാർജിൽ നിന്നുള്ള അകലം എങ്ങനെ ക്രമീകരിക്കാം, ഫസ്റ്റത്തെ ലൈന് എങ്ങനെ ഒരല്പം മുന്നോട്ടാക്കാം അല്ലേ, അത് നിങ്ങൾ പഠിച്ചു. പിന്നെ അതിൻ്റെ ബുള്ളറ്റ്, ആ ബുള്ളറ്റിംഗ് മാതൃക എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് പഠിച്ചു. പിന്നെ ആ പാരഗ്രാഫിന് ബോർഡർ നൽകാനും ബാക്ക്ഗ്രൗണ്ട് കളർ നൽകാനും പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, അതിലൊരു ടേബിൾ ഹെഡിങ് ടൈപ്പ് ചെയ്യാൻ പഠിച്ചു. പിന്നെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു. മെർജിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. മെർജ് ചെയ്യുന്നത് എങ്ങനെ, ടേബിൾ എത്ര റോയും കോളൊക്കെ അനുസരിച്ച് ഇൻസേർട്ട് ചെയ്തിട്ട് അതിലാവശ്യമുള്ള കാര്യങ്ങളെ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ ആ ടെക്സ്റ്റുകളെ ഫോർമാറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ ആ ടേബിളിനെ ഭംഗിയാക്കി ബോർഡറും ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചു അല്ലേ. പിന്നെ സേവ് ചെയ്യാൻ പഠിച്ചു. എക്സ്പോർട്ട് ചെയ്തിട്ട് PDF ആയിട്ട് സേവ് ചെയ്യാൻ പഠിച്ചു. പിന്നെ പ്രിൻ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ. അത്രയും കാര്യങ്ങൾ പഠിച്ചതിന് മലയാളം കീബോർഡ് എങ്ങനെ എടുക്കാം, ആ കീബോർഡ് ഉപയോഗിച്ച് എങ്ങനെ ടൈപ്പ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നിട്ട് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് 3ാമത്തെ ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.